ഹലോ വിദ്യാർത്ഥികളെ, NIOS ഹോം സയൻസ് ചാപ്റ്റർ 7 ഫുഡ് പ്രിസർവേഷൻ ക്ലാസ് 12-ൻ്റെ ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. പ്രധാനമായും ഫുഡ് പ്രിസർവേഷനാണ്, ഭക്ഷണം കേടുകൂടാതെ സംരക്ഷിക്കുക എന്ന ആശയമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആശയം. ഇതിൽ എന്താണ് മീനിങ്, എന്താണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഫുഡ് പ്രിസർവേഷൻ്റെ അർത്ഥം: ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രീറ്റിംഗ് ഫുഡ് സോ ദാറ്റ് ഇറ്റ് സ്റ്റേസ് ഇൻ ഗുഡ് കണ്ടീഷൻ ഫോർ എ ലോങ്ങർ ടൈം ആൻഡ് ഡസ് നോട്ട് സ്പോയിൽ ക്വിക്ക്ലി. ഏറെ നാൾ കേടാവാതിരിക്കാനായിട്ട് ഫുഡിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് ഫുഡ് പ്രിസർവേഷൻ. ആ പ്രോസസ്സാണ് ഫുഡ് പ്രിസർവേഷൻ. അത് അതിവേഗത്തിൽ സ്പോയിലാവാതിരിക്കുക, ക്വിക്ക്ലി സ്പോയിലാവാതെ ലോങ്ങർ ടൈമിൽ ഇരിക്കാൻ, ഗുഡ് കണ്ടീഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഫുഡിനെ ട്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫുഡ് പ്രിസർവേഷൻ. എങ്ങനെയാണ് ലോങ്ങർ ടൈമിൽ ക്വിക്ക്ലി സ്പോയിലാവാത്ത രീതിയിൽ ഫുഡിനെ ഗുഡ് കണ്ടീഷനിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡിന് കൊടുക്കുന്ന ഒരു ട്രീറ്റിംഗ് പ്രോസസ്സാണ് ഫുഡ് പ്രിസർവേഷൻ. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ ഷെൽഫ് ലൈഫ് പീരീഡ് കൂട്ടുക എന്നുള്ളതാണ്. അങ്ങനെ ഫ്യൂച്ചർ യൂസിന് വേണ്ടി ഫുഡ് സേഫായി നിലനിർത്തുക എന്നത് തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഫുഡ് പ്രിസർവേഷൻ നമുക്ക് ആവശ്യമായി വരുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ. ഫുഡിൻ്റെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കുന്നു ഫുഡ് പ്രിസർവേഷൻ മെത്തേഡുകൾ. 2, അത് നമ്മൾ അച്ചാറിട്ട് സൂക്ഷിക്കാം, അല്ലെങ്കിൽ വിനിഗർ അതുപോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ റെഫ്രിജറേഷൻ വേറൊരു രീതിയാണ്. മൈക്രോ ഓർഗാനിസംസിനെ വളരാൻ പറ്റാത്ത രീതിയിൽ ഉണക്കി സൂക്ഷിക്കുക മറ്റൊരു രീതിയാണ്. അങ്ങനെ പല രീതിയിലാണ് ഭക്ഷണം കേടാവാതെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന രീതികൾ. ഫ്രൂട്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജാമുകൾ, സ്ക്വാഷുകൾ, ഇതൊക്കെ ക്യാനിങ് മെത്തേഡുകൾ എല്ലാം ഉണ്ട്. ഫുഡ് പ്രിസർവേഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്നത് അതിൻ്റെ ഫുഡിൻ്റെ ഷെൽഫ് പീരീഡ് വർദ്ധിപ്പിക്കാൻ അത് സഹായിക്കുന്നു. 2, ഇറ്റ് യൂട്ടിലൈസ് എക്സസ് പ്രൊഡ്യൂസ്. ചിലപ്പോൾ മാമ്പഴമൊക്കെ ധാരാളം ഉണ്ടാകുന്ന, പച്ചക്കറികളൊക്കെ ചില പച്ചക്കറികൾ ധാരാളം അതിൻ്റെ വിളവെടുപ്പ് സീസണിലുണ്ടാകും. പക്ഷേ അത് മുഴുവൻ അപ്പം തന്നെ ഉപയോഗിച്ച് തീർക്കാൻ നമുക്ക് സാധിക്കണമെന്നില്ല. അപ്പോൾ അത് ഏറ്റവും ഗുണകരമായ രീതിയിൽ അതിൻ്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കണമെങ്കിൽ അത് കേടാവാതെ ഏറെ നാൾ സൂക്ഷിക്കേണ്ടി വരും. 3, ഇറ്റ് റെഡ്യൂസസ് ബൾക്ക് ആൻഡ് മേക്സ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഈസിയർ. ഫുഡൊക്കെ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുമ്പോൾ അത് സംഭരിച്ച് വയ്ക്കാനായിട്ടുള്ള അതിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റിയെ കുറയ്ക്കുന്നു. ഒത്തിരി ആപ്പിളുകൾ ആപ്പിൾ ജാമാക്കി മാറ്റുമ്പോൾ കുറഞ്ഞ അളവിൽ അത് സംഭരിച്ച് വയ്ക്കാൻ കഴിയുന്നു എന്നുള്ളതും അത് ട്രാൻസ്പോർട്ടേഷൻ ഈസിയറാകുന്നു എന്നുള്ളതും വേറൊരു പ്രത്യേകതയാണ്. ഇറ്റ് ആഡ്സ് വെറൈറ്റി ടു മീൽസ്. ഭക്ഷണത്തിന് ഒരു വൈവിധ്യം കൊണ്ടുവരാനും ഈ ഫുഡ് പ്രിസർവേഷൻ മെത്തേഡുകൾ സഹായിക്കുന്നു. സാധാരണ മത്സ്യം കഴിക്കുന്നതിൽ നിന്നും ഉണക്കിയ മത്സ്യത്തിന് പ്രത്യേക ഒരു വൈവിധ്യം വരുന്നുണ്ടല്ലോ. അപ്പോൾ വെറൈറ്റി ടു മീൽസ് ത്രൂ പ്രിസർവ്ഡ് ഫുഡ്സ്. ജാമുകൾ, പിക്കിളുകൾ, ചട്നികൾ ഒക്കെ നമ്മൾ ഈ രീതിയിൽ ഫുഡ് പ്രിസർവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ തയ്യാറാക്കുന്നവയാണ്. 3ാമത്തെ ഒരു ചോദ്യം ഇതാണ്: ഫുഡ് പ്രിസർവേഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്? ടു പ്രിസർവ് ഫുഡ് വി മസ്റ്റ് ഡിലേ ഓർ സ്റ്റോപ്പ് ദ തിങ് ദാറ്റ് മേക്ക് ഫുഡ് സ്പോയിൽ. ഭക്ഷണത്തെ കേടാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയോ മൈക്രോബ്സിൻ്റെ പ്രവർത്തനമാണെങ്കിൽ അതിനെ ഡിലേ ആക്കുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. അതിനുള്ള പ്രിൻസിപ്പിൾസ്: 1, മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുക എന്നുള്ളതാണ്. ചൂടാക്കുന്ന രീതിയിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് സച്ച് ആസ് ബോയിലിംഗ്, കുക്കിംഗ്, പാസ്ചറൈസേഷൻ അല്ലെങ്കിൽ ക്യാനിങ്, ഇതൊക്കെ ചെയ്യുമ്പോൾ ഹാംഫുൾ മൈക്രോ ഓർഗാനിസംസ് ഫുഡിലുണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഫുഡ് പ്രിസർവേഷൻ്റെ ഒരു പ്രിൻസിപ്പിൾ അതാണ്, കില്ലിങ് മൈക്രോ ഓർഗാനിസംസ്. 2, പ്രിവെൻറ്റിങ് ഓർ ഡിലേയിങ് ആക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് എൻസൈംസ്. മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിലേ ചെയ്യുക. ലോവറിങ് ടെമ്പറേച്ചർ, അതിൻ്റെ താപനില താഴ്ത്തിക്കൊണ്ടുവരിക. റെഫ്രിജറേഷൻ ഓർ ഫ്രീസിങ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് സ്ലോസ് മൈക്രോബിയൽ ഗ്രോത്ത്. അടുത്തത് പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. ലൈക്ക് പീൽസ്, പോളിത്തീൻ ഫോയിൽ എക്സെട്ര പ്രിവെൻറ്റ് മൈക്രോബ്സ് ഫ്രം എൻറ്ററിങ്. അതായത് പോളിത്തീൻ കവറുകൾ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലുകൾ ഒക്കെ ഉപയോഗിച്ചുള്ള കവറിങ്ങുകൾ ചെയ്യുന്നതോടുകൂടി സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനത്തെ ഒരു പരിധി വരെ തടയാൻ കഴിയുന്നു. സം കെമിക്കൽസ് ലൈക്ക് പ്രിസർവേറ്റീവ്സ് ഡിലേ മൈക്രോബിയൽ ആക്ഷൻ. ചില കെമിക്കലുകളും, അതായത് കേടാവാതെ സംരക്ഷിക്കുന്ന പ്രിസർവേറ്റീവുകൾ പോലുള്ള രാസവസ്തുക്കൾ,
മൈക്രോബിയൽ ആക്ടിവിറ്റിയെ ഒരു പരിധിവരെ വൈകിപ്പിക്കുന്നു, സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനത്തെ വൈകിപ്പിക്കുന്നു. കോമൺ മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് പറയണ്ടേ? അതായത് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹീറ്റിംഗ് മെത്തേഡുകളും കോൾഡ് മെത്തേഡുകളും ഡ്രൈ മെത്തേഡുകളും ഒക്കെ ഉണ്ട്. ഹീറ്റ് മെത്തേഡിൽ ഒന്നാണ് ബോയിലിങ്ങും പാസ്ചറൈസേഷനും. ബേസിക് ആയിട്ടുള്ള മെത്തേഡാണ് ബോയിലിംഗ്. പാല് തിളപ്പിക്കാറില്ലേ നമ്മൾ? എന്തിനാണെന്ന് അറിയാമല്ലോ. പാല് പൊളിക്കുന്നതിൻ്റെ സമയം വൈകിപ്പിക്കാൻ വേണ്ടി, ടു ഡിലേ ദ സോറിങ് ടൈം. പാസ്ചറൈസേഷൻ എന്താണെന്ന് നമുക്കറിയാം. ലിക്വിഡുകൾ, പാല് പോലുള്ള ലിക്വിഡുകൾ 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുന്നതാണ്. എന്തിനാണ്? ടു കിൽ ബാക്ടീരിയ ബട്ട് കീപ് ന്യൂട്രിയൻസ്. ബാക്ടീരിയ കൊല്ലുക, പക്ഷേ അതിൻ്റെ പോഷകാംശം നശിക്കാതിരിക്കുക. അതാണ് പാസ്ചറൈസേഷൻ. ഇനി കോൾഡ് മെത്തേഡുകൾ ഏതാണ്? റെഫ്രിജറേഷൻ ആണ് ഒരു രീതി എന്ന് പറയുന്നത്. സ്ലോസ് ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ്. അത് മൈക്രോബ്സിൻ്റെ പ്രവർത്തനത്തെ സ്ലോ ഡൗൺ ചെയ്യുന്നു എന്നുള്ളതാണ്. രോഗാണുക്കളൊന്നും ചത്തുപോവുകയൊന്നുമില്ല റെഫ്രിജറേറ്ററിൽ വെച്ചതുകൊണ്ട്, പക്ഷേ അതിന് കൂടുതൽ പെരുകുന്നതിനുള്ള സാധ്യത കുറയുന്നു, അതിൻ്റെ ഗ്രോത്ത് കുറയുന്നു. അതുതന്നെ. ഇനി ഫ്രീസിങ് ആണ് വേറെ രീതി എന്ന് പറയുന്നത്. റെഫ്രിജറേഷനേക്കാൾ കുറച്ചും കൂടെ കടുത്ത രീതിയിൽ തണുപ്പിക്കലാണ് ഫ്രീസിങ് എന്ന് നമുക്കറിയാം. കീപ്സ് ഫുഡ് സേഫ് ഫോർ ലോങ്ങർ ബൈ സ്റ്റോപ്പിംഗ് മൈക്രോബ് ആക്ഷൻ. മൈക്രോബ് ആക്ഷൻ ഫ്രീസായ കണ്ടീഷനിൽ ഏറെക്കുറെ സ്റ്റോപ്പായതുപോലെയാണ്. റെഫ്രിജറേഷനിലെ ലോവർ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലാണ് അത് ഐസാക്കി മാറ്റുക എന്നുള്ളത്. അതാണ് ഫ്രീസിങ്. ഇനി അടുത്തത് ഡ്രൈയിങ് ഓർ ഡീഹൈഡ്രേഷൻ. അതാണ് ജലാംശം എടുത്തു പോയാലോ, കാരണം ജലാംശം ഉണ്ടെങ്കിലാണ് ബാക്ടീരിയയ്ക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ, പെരുകാനും കഴിയുകയുള്ളൂ. ജലാംശം നഷ്ടപ്പെട്ടാൽ പിന്നെ അവയുടെ ബാക്ടീരിയൽ അല്ലെങ്കിൽ മൈക്രോബിയൽ ആക്ഷൻ ഇല്ലാതാകുന്നു. സോ റിമൂവിങ് വാട്ടർ സ്റ്റോപ്സ് ബാക്ടീരിയൽ ഗ്രോത്ത്. യൂസ്ഡ് ഫോർ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഹെർബ്സ്. നോക്കുക, പഴങ്ങൾ, പച്ചക്കറികൾ, അതുപോലെ തന്നെ പച്ചമരുന്നുകൾ, ഇവയൊക്കെ ഈ രീതിയിൽ ഉണക്കി സൂക്ഷിക്കാറുണ്ട്. ഇനി സാൾട്ടിങ് ആൻഡ് ഷുഗറിങ് ആണ്. സാൾട്ടിങ് ഡ്രോസ് ഔട്ട് മോയ്സ്ചർ. സാൾട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപ്പിൽ ഇട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്തുള്ള ഉപ്പ് കടന്നു ചെല്ലുമ്പോൾ അതിലെ ജലാംശം പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും മാംസം, മത്സ്യം എന്നിവയ്ക്ക് ഈ സാൾട്ടിങ് മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ഷുഗറിങ് ആണ് അടുത്ത രീതി എന്ന് പറയുന്നത്. അതായത് ജാമുകളും ജെല്ലികളും ഷുഗർ ഉപയോഗിക്കുമ്പോൾ ഉപ്പിനെ പോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന മറ്റൊരു വസ്തുവാണ് ഷുഗർ. ഓൾസോ റെഡ്യൂസസ് വാട്ടർ ഫോർ മൈക്രോബ്സ്. മൈക്രോബ്സിന് ജലാംശം അതിൽ നിന്ന് കുറയ്ക്കുകയും പകരം ആ ജലത്തിൻ്റെ സ്പേസിലേക്ക് ഷുഗർ അല്ലെങ്കിൽ സാൾട്ട് കടന്നു ചെല്ലുകയും ചെയ്യുന്ന രീതിയാണ് സാൾട്ടിങ് ഷുഗറിങ്. അടുത്തത് പിക്കിളിങ്. നമ്മൾ അച്ചാറുണ്ടാക്കി സൂക്ഷിക്കുന്നതിനെയാണെന്ന് പറയുന്നത്. യൂസസ് അസിഡിക് ബ്രൈൻ ഓർ വിനെഗർ. അസിഡിക് ആയിട്ടുള്ള ബ്രൈനോ അല്ലെങ്കിൽ വിനെഗറോ ആണ് അച്ചാറുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ആസിഡ്സ് പ്രിവെൻറ്റ് മൈക്രോബ്സ് ആൻഡ് എൻസൈംസ് ഫ്രം സ്പോയിലിംഗ് ഫുഡ്. വിനാഗിരി ഉപയോഗിച്ച് അച്ചാറുണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും വിനാഗർ പോലുള്ള ആസിഡുകൾ, വിനാഗിരി എന്നത് അസറ്റിക് ആസിഡാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഫുഡ് സ്പോയിൽ ചെയ്യുന്ന മൈക്രോബ്സിനെയും അത്തരം എൻസൈമുകളെയും പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കാനിങ് ആണ് വേറെ രീതി. ഫുഡ് ഈസ് പാക്ഡ് ഇൻ സീൽഡ് കണ്ടെയ്നേഴ്സ് ആൻഡ് ഹീറ്റഡ് ടു പ്രിവെൻറ്റ് സ്പോയിലേജ്. സീൽഡ് കണ്ടെയ്നറിൽ ഫുഡ് പാക്ക് ചെയ്യുന്നു, എന്നിട്ട് ഹീറ്റ് ചെയ്യുന്നു, സ്പോയിലേജിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താണ് ഫുഡ് പ്രിസർവേഷൻ ചെയ്യുന്നത് എന്ന കാര്യം നോക്കാം. വാസ്തവത്തിൽ സ്പോയിലേജിനെ ഡിലേ ചെയ്യുന്നു. മൈക്രോ ഓർഗാനിസത്തിൻ്റെയും എൻസൈമിൻ്റെയും പ്രവർത്തനത്തെ ഏതാണ്ട് സ്ലോ ചെയ്തുകൊണ്ടാണ് ഈ സ്പോയിലേജിനെ നിർത്തുന്നത്. കീപ്സ് ഫുഡ് സേഫ് ആൻഡ് ടേസ്റ്റി ലോങ്ങർ. ഭക്ഷണം ഏറെ നാൾ രുചികരമായും അതുപോലെ തന്നെ സുരക്ഷിതമായും നിലനിൽക്കാനായി കാരണമാകുന്നു. പ്രിവെൻറ്റ്സ് വേസ്റ്റേജ് ഓഫ് ഫുഡ്. ഫുഡിൻ്റെ വേസ്റ്റേജിനെ തടയുന്നു. മേക്സ് പ്രിസർവ്ഡ് ഐറ്റംസ് അവൈലബിൾ ഓൾ ദി ഇയർ. പ്രിസർവ് ചെയ്ത ഐറ്റംസ് വർഷം മുഴുവനും അവൈലബിൾ ആക്കുന്ന രീതിയിൽ സംരക്ഷിക്കുന്നു. ആറാമത്തത് എക്സാമ്പിൾസ് ഓഫ് പ്രിസർവ്ഡ് ഫുഡ്. പ്രിസർവ് ചെയ്ത ഫുഡിന് എക്സാമ്പിൾസ്. കോമൺ പ്രിസർവ്ഡ് ഫുഡ് ഇൻക്ലൂഡ്സ് ജാംസ്, പിക്കിൾസ്, സോസസ്, ഡ്രൈഡ് ഫുഡ്സ്, ഫ്രോസൺ വെജിറ്റബിൾസ് ആൻഡ് ക്യാൻഡ് ഫുഡ്സ്. അതായത് ജാമുകൾ, അച്ചാറുകൾ, സോസുകൾ, ഉണക്കിയ പഴങ്ങൾ, അതുപോലെ തന്നെ ഫ്രോസൺ വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ക്യാൻഡ് ഫുഡ്സ്, ഇതൊക്കെയാണ്. ഇനി ഫുഡ് പ്രിസർവേഷൻ ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ഡാഷ്. ഫുഡ് പ്രിസർവേഷൻ ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ഡാഷ്. ഫുഡ് പ്രിസർവേഷൻ കൊണ്ട് എന്താണ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്? ആ ഭക്ഷ്യവസ്തുവിൻ്റെ ഷെൽഫ് ലൈഫാണ് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഇപ്പം നേരത്തെ പറഞ്ഞ ആശയങ്ങൾ തന്നെയാണ്. മൈക്രോ ഓർഗാനിസംസ് കോസ് ഫുഡ് ഡാഷ്. മൈക്രോ ഓർഗാനിസംസ് കൊണ്ട് ഭക്ഷണത്തിന് എന്ത് സംഭവിക്കാൻ കാരണമാകുന്നു? കോസ് എന്ന് പറഞ്ഞാൽ കാരണമാകുന്നു. ഫുഡിൻ്റെ സ്പോയിലേജിന് കാരണമാകുന്നു. ഡ്രൈയിങ് പ്രിസർവ്സ് ഫുഡ് ബൈ റിമൂവിങ് ഡാഷ്. ഡ്രൈയിങ്ങിൽ
ഫുഡിനെ പ്രിസർവ് ചെയ്യുന്നത് എന്തിനെ റിമൂവ് ചെയ്തുകൊണ്ടാണ്? അതിനകത്തുള്ള ജലാംശത്തെ, ഈർപ്പത്തെ, മോയ്സ്ചറിനെ എടുത്തു കളഞ്ഞുകൊണ്ടാണ്. സാൾട്ടിങ് വർക്ക്സ് ബൈ ഡ്രോയിങ് ഔട്ട് ഡാഷ് ഫ്രം ഫുഡ്. ഫുഡിൽ നിന്ന് എന്തിനെ വലിച്ചെടുത്ത് പുറത്ത് കളഞ്ഞിട്ടാണ്? സാൾട്ടിങ്ങിൽ വാട്ടറിനെയാണ്. സാൾട്ടിങ്ങിലാണെങ്കിലും ഷുഗറിങ്ങിലാണ് ഇത് തന്നെയാണ്. ഷുഗർ ഈസ് യൂസ്ഡ് ആസ് എ പ്രിസർവേറ്റീവ് ഇൻ ഡാഷ്. ജാമുകളിലും മറ്റുമൊക്കെ നമുക്ക് ഷുഗറാണ് അവിടെ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്. ആറാമത്തേത്, പിക്കിളിംഗ് യൂസസ് ഡാഷ് ഓർ ഓയിൽ ടു പ്രിസർവ് ഫുഡ്. പിക്കിളിങ് എന്തിനേയും പിന്നെ എണ്ണയെയുമാണ് ഫുഡ് പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വിനാഗിരി അല്ലെങ്കിൽ എണ്ണ, നല്ലെണ്ണയൊക്കെ നമ്മൾ അച്ചാറുണ്ടാക്കാൻ ഉപയോഗിക്കും. 7, റെഫ്രിജറേഷൻ സ്ലോസ് ഡൗൺ ദ ഗ്രോത്ത് ഓഫ് ഡാഷ്. റെഫ്രിജറേഷൻ എന്തിൻ്റെ വളർച്ചയാണ് സ്ലോ ഡൗൺ ചെയ്യുന്നത്, കുറയ്ക്കുന്നത്? ബാക്ടീരിയയുടെ വളർച്ചാ വേഗതയെയാണ് അത് മന്ദീഭവിപ്പിക്കുന്നത്. 8ാമത്തെ ചോദ്യം, ഫ്രീസിങ് സ്റ്റോപ്സ് ദ ആക്ടിവിറ്റി ഓഫ് എ ഡാഷ്. ഫ്രീസിങ്ങിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ, അതായത് ബാക്ടീരിയയുടെ പ്രവർത്തനം പൂർണ്ണമായും തടയുന്നു എന്നുള്ളതാണ്. ഐസായി പോകുന്നു. ഐസിനുള്ളിൽ ബാക്ടീരിയക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇനി ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കിൽസ് ഹാംഫുൾ ഡാഷ് ഇൻ ഫുഡ്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൽ ഹാംഫുൾ ജേംസിനെ നമ്മൾ കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാസ്ചറൈസേഷൻ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഡാഷ്. എന്തിനാണ് പാസ്ചറൈസേഷൻ സാധാരണ ഉപയോഗിക്കുന്നത്? പാലിൻ്റെ കാര്യത്തിലാണ്. പാല് തിളപ്പിച്ച് കഴിയുമ്പോൾ അത് പിന്നെ നമുക്ക് ഏറെ സമയം കേടാവാതിരിക്കുന്നത്. തിളപ്പിക്കാത്ത പാൽ കേടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അടുത്തത്, ക്യാനിങ് ഇൻവോൾവ്സ് സീലിംഗ് ഫുഡ് ഇൻ ഡാഷ്. ക്യാനിങ്ങിനകത്ത് ഫുഡ് എന്തിനകത്ത് സീൽ ചെയ്ത് സൂക്ഷിക്കുന്നു? എയർ ടൈറ്റ് കണ്ടെയ്നറുകളിൽ സീൽ ചെയ്ത് സൂക്ഷിക്കുന്നു. എൻസൈംസ് കോസ് ഡാഷ് ഇൻ ഫുഡ്. എൻസൈംസ് ഫുഡിൽ എന്തിന് കാരണമാകുന്നു? എൻസൈംസ് കോസ് കെമിക്കൽ ചേഞ്ചസ് ഇൻ ഫുഡ്. സൺ ഡ്രൈയിങ് ഈസ് എ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ഡാഷ്. സൺ ഡ്രൈയിങ് ഈസ് എ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ. വെയിലത്ത് വെച്ച് ഉണക്കുക എന്നുള്ളത് പണ്ടേ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ നടത്തിപ്പോന്നിരുന്ന ഭക്ഷണം കേടാവാതെ സൂക്ഷിക്കുന്ന ഒരു മെത്തേഡായിരുന്നു. അടുത്തത്, പ്രിസർവേറ്റീവ്സ് ഡിലേ ദ പ്രോസസ് ഓഫ് ഡാഷ്. പ്രിസർവേറ്റീവ്സ് എന്തിൻ്റെ പ്രോസസ്സിനെയാണ് ഡിലേ ചെയ്യുന്നത്? സ്പോയിലേജിൻ്റെ പ്രോസസ്സിനെയാണ്. ഫുഡിൻ്റെ സ്പോയിലേജിൻ്റെ പ്രോസസ്സിനെയാണ് വൈകിപ്പിക്കുന്നത്. ഹൈ ഷുഗർ കോൺസെൻട്രേഷൻ പ്രിവെൻസ് മൈക്രോബിയൽ ഡാഷ്. ഹൈ ഷുഗർ കോൺസെൻട്രേഷൻ മൈക്രോബിയൽ ഗ്രോത്തിനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. സൂക്ഷ്മാണുക്കളുടെ വളർച്ചയാണ് തടയുന്നത്. സാൾട്ട് ഈസ് കോമൺലി യൂസ്ഡ് ടു പ്രിസർവ് ഡാഷ്. സാൾട്ട് ഫിഷിൻ്റെ കാര്യത്തിലും മീറ്റിൻ്റെ കാര്യത്തിലുമൊക്കെയാണ് ഫുഡ് പ്രിസർവേഷൻ മെത്തേഡായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. പ്രിസർവേഷൻ ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ഫുഡ് ഡാഷ്. പ്രിസർവേഷൻ ഫുഡ് വേസ്റ്റേജിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിക്കിൾസ് ആർ പ്രിസർവ്ഡ് യൂസിങ് ഡാഷ് ആൻഡ് സാൾട്ട്. ആസിഡും സാൾട്ട് ഉപയോഗിച്ചിട്ടാണ് അച്ചാറുകളിൽ. ആസിഡിന് എക്സാമ്പിളാണ് പിക്കിളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ് അഥവാ വിനാഗിരി എന്ന് പറയുന്നത്. ഇനി 19, കോൾഡ് സ്റ്റോറേജ് ഈസ് എ ഫോം ഓഫ് ഡാഷ് റെഫ്രിജറേഷൻ. കോൾഡ് സ്റ്റോറേജ് എന്നുള്ളത് ഒരു തരം റെഫ്രിജറേഷൻ മെത്തേഡാണ്. കോൾഡ് സ്റ്റോറേജ് തണുപ്പിൽ മൈക്രോബിയൽ ആക്ഷൻ പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയാണ് ഫ്രീസറിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തണുപ്പിക്കൽ. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ആർ പ്രിസർവ്ഡ് ബൈ ഡാഷ്. ഡ്രൈ ഫ്രൂട്ടുകൾ, റൈസിനുകൾ അല്ലെ, ഉണക്കമുന്തിരി എന്നൊക്കെ നമ്മളുണ്ട്. അതിനകത്തുള്ള ജലാംശം പൂർണ്ണമായും വറ്റി ആ ഉണക്കമുന്തിരി ചുക്കി ചുളുങ്ങിയ അവസ്ഥയിലിരിക്കും. അത് ഡീഹൈഡ്രേഷനാണ്, അല്ലാത്ത ജലാംശം പുറത്ത് പോകുന്ന രീതിയിൽ ഉണങ്ങുന്നതാണ്. ഇനി പ്രിസർവേഷൻ മേക്സ് ഫുഡ് അവൈലബിൾ ത്രൂ ഔട്ട് ദ ഡാഷ്. പ്രിസർവേഷൻ കൊണ്ട് ഫുഡ് വർഷം മുഴുവനും അവൈലബിൾ ആകുന്നു എന്നുള്ളത് വേറെ പ്രത്യേകത. ഇനി 22ാമത്തെ ചോദ്യം ഇതാണ്, ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ് ഈസ് ഫാസ്റ്റസ്റ്റ് ഇൻ ഡാഷ് കണ്ടീഷൻസ്. ഏത് അവസ്ഥയിലാണ് സൂക്ഷ്മാണുക്കളുടെ വളർച്ച അതിവേഗത്തിലായിരിക്കുന്നത്? വാം കണ്ടീഷനിൽ. നോക്കൂ, വേനൽക്കാലത്തൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഭക്ഷണവസ്തുക്കൾ കേടാകുന്നൊരവസ്ഥയുണ്ട്. തണുപ്പ് കാലങ്ങളിൽ ആ തണുപ്പുള്ളത് കൊണ്ട് പെട്ടെന്ന് കേടാവില്ല. പക്ഷേ വേനൽക്കാലങ്ങളിൽ നോക്കുക, പെട്ടെന്ന് ഭക്ഷണം കേടാവുന്നു. വാം കണ്ടീഷൻസിലാണ് മൈക്രോബ്സ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. 23ാമത്തെ ചോദ്യം, പ്രോപ്പർ സ്റ്റോറേജ് പ്രിവെൻറ്റ്സ് ഫുഡ് ഡാഷ്. പ്രോപ്പർ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ ഫുഡ് കണ്ടാമിനേഷൻ, ഭക്ഷണത്തിൻ്റെ അണുബാധ എന്ന് പറയാം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ തടയുന്നു പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ. ജെല്ലീസ് കണ്ടെയ്ൻ എ ഹൈ എമൗണ്ട് ഓഫ് ഡാഷ്. ജെല്ലികളിൽ മിക്കവാറും ഒരു ഹൈ എമൗണ്ട് ജാമുകളിലും ജെല്ലികളിലും ഷുഗറുണ്ട് എന്ന് പറയാം. ഓയിൽ ആക്ട്സ് ആസ് എ പ്രിസർവേറ്റീവ് ബൈ പ്രിവെൻറ്റിംഗ് ഡാഷ് എൻട്രി. ഓയിൽ ആക്ട്സ് ആസ് എ പ്രിസർവേറ്റീവ് ബൈ പ്രിവെൻറ്റിംഗ് എയർ എൻട്രി. ഓയിൽ, എണ്ണപ്പാട, നല്ലെണ്ണയൊക്കെ നമ്മൾ അച്ചാറിൻ്റെയൊക്കെ പാത്രത്തിന് മുകളിൽ ഒഴിച്ചു വയ്ക്കുന്നതിൻ്റെ കാര്യം, ആ എണ്ണപ്പാട അച്ചാറും എയറുമായിട്ടുള്ള കോണ്ടാക്റ്റിനെ കട്ട് ചെയ്യുന്നു. അതാണ് ചെയ്യുന്നത്, പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എയറിൻ്റെ എൻട്രിയെയാണ് എന്ത് ചെയ്യുന്നത്, ഓയിൽ ഒഴിക്കുമ്പോൾ
അത് കട്ടാക്കാൻ സഹായിക്കുന്നു. 26 സ്പോയിലേജ് ഡ്യൂ ടു മൈക്രോബ്സ് പ്രൊഡ്യൂസസ് ബാഡ് ഡാഷ്. ഈ ഭക്ഷണത്തിൽ സൂക്ഷ്മാണുക്കൾ പ്രവർത്തിച്ച് കഴിയുമ്പോൾ അത് കേടാകാൻ തുടങ്ങുമ്പോൾ ബാഡ് ഓർഡറാണ്. ഓർഡർ എന്ന് വെച്ചാൽ ദുർഗന്ധം അല്ലേ, ദുർഗന്ധമാണ് ബാഡ് ഓർഡർ എന്നുള്ളത്, അതിന് കാരണമാകുന്നു. പ്രിസർവേഷൻ മെയിൻറ്റെയിൻസ് ഫുഡ് ഡാഷ്. പ്രിസർവേഷൻ ഫുഡിലെ എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഫുഡിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അടുത്ത 28 ഹീറ്റിംഗ് ഫുഡ് ഡിസ്ട്രോയ്സ് ഡാഷ്. ഫുഡ് ഹീറ്റ് ചെയ്യുന്നത് എന്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു? എൻസൈമുകളെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഹീറ്റിംഗ് ഫുഡ് ഡിസ്ട്രോയ്സ് എൻസൈംസ്. ഫെർമെൻറ്റേഷൻ ഈസ് എ മെത്തേഡ് യൂസിങ് ഡാഷ്. ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് രീതി? അതായത് പാല് പുളിപ്പിച്ച് തൈരാക്കുക, അതൊക്കെ ഫെർമെൻറ്റേഷൻ രീതിയാണ്. നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് തന്നെ നമുക്ക് ഈസ്റ്റ് ഇട്ട് പുളിപ്പിച്ചിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ ഉഴുന്നിട്ട് പുളിപ്പിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അതിനെയാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. മൈക്രോ ഓർഗാനിസംസിനെ ഉപയോഗിക്കുന്ന ഒരു രീതി തന്നെയാണ്. ഭക്ഷണത്തിൽ അതിൻ്റെ ടെക്സ്ചർ മാറുന്നു, അതിൻ്റെ ടേസ്റ്റ് മാറുന്നു, നമുക്കറിയാം. ഇനി പ്രിസർവേഷൻ ഇംപ്രൂവ്സ് ഫുഡ് ഡാഷ്. പ്രിസർവേഷൻ ഫുഡിൻ്റെ എന്തിനെ മെച്ചപ്പെടുത്തുന്നു? ഫുഡിൻ്റെ അവൈലബിലിറ്റി മെച്ചപ്പെടുത്തുന്നു. കാരണം നമുക്ക് ക്ഷാമകാലത്തേക്കും കൂടി ആ ഭക്ഷണ വസ്തു കേടാകാതെ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുമ്പോൾ അപ്പോഴേക്കും കൂടി അത് ലഭ്യമാകുന്നു. അത് ഉൽപ്പാദിപ്പിക്കുന്ന സീസൺ അല്ലെങ്കിൽ കൂടി ഓഫ് സീസണിലും കൂടി ആ ഫുഡ് ഐറ്റം അവൈലബിൾ ആകുന്നു ഡ്യൂറിങ് ഓഫ് സീസൺ. അതാണ് പ്രിസർവേഷൻ്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത്. ഇനി വലിയ ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് ഫുഡ് പ്രിസർവേഷൻ? എന്താണ് ഫുഡ് പ്രിസർവേഷൻ? അത് ഷെൽഫ് ലൈഫ് പീരീഡ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു, നമുക്ക് ഫ്യൂച്ചർ യൂസിന് ഉപകരിക്കുന്നു, ഫുഡിനെ ട്രീറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന രീതിയാണ് ഫുഡ് സ്പോയിലേജ് ഒഴിവാക്കുന്നു. ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് പറയണം. വൈ ഈസ് ഫുഡ് പ്രിസർവേഷൻ നെസസറി? എന്തുകൊണ്ടാണ് ഫുഡ് പ്രിസർവേഷൻ അത്യാവശ്യമാണ്? എക്സസ് ഫുഡ് വേസ്റ്റ് ആവാണ്ട് സൂക്ഷിക്കുന്നു, ഓഫ് സീസണിലും അവൈലബിൾ ആക്കുന്നു, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന് സുഖകരമാക്കുന്നു. ഇങ്ങനെയുള്ള പോയിൻറ്റ്സാണ് നമുക്ക് പറയേണ്ടത്. അതുപോലെ തന്നെ വാട്ട് കോസസ് ഫുഡ് സ്പോയിലേജ് എന്നുള്ള മൂന്നാമത്തെ ചോദ്യം. ഫുഡ് സ്പോയിലേജിന് കാരണമാകുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. അത് എൻസൈമുകളുടെ പ്രവർത്തനവും സ്പോയിലേജിന് കാരണമാകും. മൈക്രോ ഓർഗാനിസംസ് ഒറ്റയ്ക്കല്ല, സൂക്ഷ്മാണുക്കൾ മാത്രമല്ല. ഇപ്പം മാമ്പഴത്തൊക്കെ ആണെങ്കിലും പഴുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? എഥിലീൻ പോലുള്ള രാസപദാർത്ഥങ്ങളുണ്ട്, എൻസൈമുകളുണ്ട്. അതാണ് അതിന് പഴുക്കാൻ കാരണമാകുന്ന രാസവസ്തുക്കൾ. അപ്പോൾ ആ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമുകളും സ്പോയിലേജിന് കാരണമാകും. മുഴുവനും ബാക്ടീരിയയോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസമാണ് ഭക്ഷണത്തെ കേടാക്കുന്നതെന്ന് പറയാൻ വയ്യ. ഇനി അതുപോലെ തന്നെ നമുക്ക് വാം ആൻഡ് മോയ്സ്റ്റ് കണ്ടീഷൻസ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു? ഫുഡ് കേടാവുന്ന സ്പോയിലേജിനെ സഹായിച്ചേക്കാം. ഇങ്ങനെ ഈ 3 കാരണങ്ങളും ഫുഡ് സ്പോയിലേജിന് 3 പോയിൻ്റ് എഴുതണം ഇങ്ങനെ ഒരു ചോദ്യം പറയുമ്പോൾ. വാട്ട് ആർ മൈക്രോ ഓർഗാനിസംസ്? മൈക്രോ ഓർഗാനിസംസ് എന്താണ്? മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ടൈനി ലിവിങ് ഓർഗാനിസംസ് ആണ്. ബാക്ടീരിയയും ഈസ്റ്റും മോൾഡും ഒക്കെ ഇതെല്ലാം ഫുഡ് സ്പോയിലേജിന് കാരണമാകും. ഹൗ ഡസ് ഡ്രൈയിങ് പ്രിസർവ് ഫുഡ്? ഡ്രൈയിങ് എങ്ങനെയാണ് ഭക്ഷണത്തെ, അതായത് ഡ്രൈയിങ് റിമൂവ്സ് മോയ്സ്ചർ ഫ്രം ഫുഡ്. ഭക്ഷണത്തിൽ നിന്ന് ഈർപ്പത്തെ എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. മൈക്രോ ഓർഗാനിസംസ് നീഡ് വാട്ടർ ടു ഗ്രോ. സൂക്ഷ്മജീവികൾക്ക് വളരണമെങ്കിൽ ജലാംശം വേണം. വിത്തൗട്ട് മോയ്സ്ചർ സ്പോയിലേജ് സ്ലോ ഡൗൺ. എന്നാൽ ജലാംശം ഇല്ലാണ്ടായാലോ സ്പോയിലേജ് സ്ലോ ഡൗൺ ആവും. എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് സോൾട്ടിങ്. സോൾട്ടിങ്ങിൻ്റെ മെത്തേഡ് പറയുക. സോൾട്ടിങ് ഡ്രോസ് ഔട്ട് വാട്ടർ ഫ്രം ഫുഡ്. ഫുഡിൽ നിന്ന് വാട്ടറിനെ ഡ്രോ ഔട്ട് ചെയ്ത് ഇറ്റ് ക്രിയേറ്റ്സ് ആൻ അൺസ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ് ഫോർ മൈക്രോബ്സ്. അപ്പോൾ വെള്ളമില്ലാത്ത, ജലാംശമില്ലാത്ത അവസ്ഥ സൂക്ഷ്മാണുക്കൾക്ക് ഒട്ടും കഴിയാൻ പറ്റിയ സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അവ ചത്തൊടുങ്ങുന്നു, അല്ലെങ്കിൽ അവ പെരുകുന്നില്ല. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിസർവ് ഫിഷ് ആൻഡ് മീറ്റ്. പ്രത്യേകിച്ച് മത്സ്യം, മാംസം എന്നിവ പ്രിസർവ് ചെയ്യാൻ ഈ രീതിയാണ് ഉപയോഗിക്കുന്നത്. ഹൗ ഡസ് ഷുഗർ ആക്ട് ആസ് എ പ്രിസർവേറ്റീവ്? ഷുഗർ എങ്ങനെയാണ് ഒരു പ്രിസർവേറ്റീവായി ആക്ട് ചെയ്യുന്നത്? ഷുഗർ റെഡ്യൂസസ് ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കുന്നു. മൈക്രോ ഓർഗാനിസംസ് കനോട്ട് ഗ്രോ ഈസിലി ഇൻ സച്ച് എ സിറ്റുവേഷൻ. അങ്ങനെയാകുമ്പോൾ ആ ഷുഗർ കണ്ടൻറ്റ് കയറിയിരിക്കുമ്പോൾ ജലാംശം ഇല്ല, മൈക്രോ ഓർഗാനിസത്തിന് അപ്പോൾ വളരാൻ കഴിയില്ല. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ജാംസ് ആൻഡ് ജെല്ലിസ്. ഓർക്ക് ഷുഗർ ഉപയോഗിച്ചുള്ള പ്രിസർവേഷൻ മെത്തേഡുകൾ ജാമിലും ജെല്ലുകളിലുമാണ് ഉപയോഗിക്കുന്നത്. പിക്കിളിങ് എന്താണ്? സാൾട്ട്, ഓയിൽ, വിനെഗർ എന്നിവ ഉപയോഗിച്ചിട്ടുള്ള പ്രിസർവേഷൻ മെത്തേഡാണ്. അസിഡിക് കണ്ടീഷൻസ്, വിനാഗിരി ആസിഡാണ്, അസറ്റിക് ആസിഡാണ്, നമുക്കറിയാം. ഫുഡ് മൈക്രോബിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന അസിഡിക് കണ്ടീഷൻസ്. പിന്നെ കോമൺലി ഇത് ഉപയോഗിക്കുന്നത് വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലുമാണ്. റെഫ്രിജറേഷൻ എന്താണ്? അത് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ലോ ടെമ്പറേച്ചറിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന മെത്തേഡാണ് റെഫ്രിജറേഷൻ. ഇറ്റ് ഈസ് ലോസ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ അത് സ്ലോ ഡൗൺ ചെയ്യുന്നു. അപ്പോൾ ഷോർട്ട് ടൈമിലേക്കുള്ള ഫുഡിൻ്റെ പ്രിസർവേഷൻ അത് സഹായിക്കുന്നു. എന്താണ് ഫ്രീസിങ്? ഫ്രീസിങ് സ്റ്റോർസ് ഫുഡ് അറ്റ് വെരി ലോ ടെമ്പറേച്ചർ. വളരെ ലോ ടെമ്പറേച്ചറിൽ ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നു. ഇറ്റ് സ്റ്റോപ്സ് ദ ആക്ടിവിറ്റി ഓഫ് മൈക്രോബ്സിൻ്റെ ആക്ടിവിറ്റീനെ അത് സ്റ്റോപ്പ് ചെയ്യുന്നു. ഫുഡ് ക്യാൻ ബി പ്രിസർവ്ഡ് ഫോർ എ ലോങ്ങർ ടൈമിലേക്ക് ഫുഡിനെ പ്രിസർവ് ചെയ്യാൻ കഴിയും. എന്താണ് പാസ്ചറൈസേഷൻ?
പാസ്ചറൈസേഷൻ ഈസ് ഹീറ്റിംഗ് ഫുഡ് ടു എ സ്പെസിഫിക് ടെമ്പറേച്ചർ. ഫുഡിനെ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യുന്ന രീതിയാണിത്. ഇറ്റ് കിൽസ് ഹാംഫുൾ ബാക്ടീരിയ. അത് ഹാംഫുൾ ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നു. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ മിൽക്ക്. പ്രത്യേകിച്ചും പാല് പോലുള്ള സാധനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് കാനിങ്? കാനിങ് എന്ന് പറയുന്നത് സീലിംഗ് ഫുഡ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ്. എയർ ടൈറ്റ് കണ്ടെയ്നറുകളിൽ ഫുഡ് സീൽ ചെയ്യുന്ന രീതിയാണ്. ദ ഫുഡ് ഈസ് ഹീറ്റഡ് ടു ഡിസ്ട്രോയ് മൈക്രോബ്സ്. മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യാനാണ് ഫുഡ് ഹീറ്റ് ചെയ്യുന്നത്. ഇറ്റ് പ്രിവെൻറ്റ്സ് സ്പോയിലേജ് ഫോർ ലോങ് പീരിയഡ്സ്. ലോങ് പീരീഡിലേക്കുള്ള സ്പോയിലേജിനെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. എന്ത് റോളാണ് ഈ പ്രിസർവേഷൻ പ്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. മൈക്രോബ്സിനെ കൊല്ലുന്നു, എൻസൈംസിനെ സ്ലോ ഡൗൺ ചെയ്യുന്നു. അതുപോലെ തന്നെ ഫുഡ് സ്പോയിലേജിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ബോയിലിങ്ങും കുക്കിങ്ങും ഒക്കെ കോമൺ ഹീറ്റിംഗ് മെത്തേഡുകളാണ്. ഇനി അതുപോലെ തന്നെ അപ്പോൾ ഹീറ്റ് എങ്ങനെയാണ് പ്രിസർവേഷനെ സഹായിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ പറഞ്ഞത്. എൻസൈമുകൾ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ സബ്സ്റ്റൻസസ് ആണ് എൻസൈമുകൾ ഫുഡ് കേടാവാനാണ് സഹായിക്കുന്നത്. കാരണം മാമ്പഴത്തിൽ എഥിലിൻ എന്ന് പറയുന്ന രാസവസ്തു ഉണ്ടെന്ന് നമ്മൾ പറയും. അത് മാമ്പഴം പഴുക്കാനും അത് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യാനൊക്കെ കാരണമാകുന്നു. ദേ കോസ് കെമിക്കൽ ചേഞ്ചസ് ആഫ്റ്റർ ഹാർവസ്റ്റ്. അപ്പോൾ നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ പോലും ഈ ഭക്ഷ്യവസ്തു, പഴമാവട്ടെ പച്ചക്കറി ആവട്ടെ, പറിച്ചെടുത്ത് കഴിഞ്ഞാലും അതിനുള്ളിലുള്ള എൻസൈമുകൾ അതിനെ പിന്നെയും കേടാകാൻ കാരണമാകും. ദേ ക്യാൻ ലീഡ് ടു സ്പോയിലേജ് ഇഫ് നോട്ട് കൺട്രോൾഡ്. അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ആ എൻസൈമിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെ അത് സ്പോയിലേജിലേക്ക് പോകും. ഓയിൽ എങ്ങനെയാണ് ഫുഡ് പ്രിസർവേഷൻ സഹായിക്കുന്നത്? ഓയിൽ ഫോംസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ ഓൺ ഫുഡ്. ഫുഡിൻ്റെ മുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് പ്രിവെൻറ്റ്സ് കോൺടാക്ട് വിത്ത് എയർ. അപ്പോൾ ഫുഡ് ഐറ്റം എയറുമായിട്ടുള്ള കോൺടാക്റ്റ് പരമാവധി കുറയുന്നു. കാരണം ഭക്ഷണത്തെ പൊതിഞ്ഞ് ഒരു എണ്ണയുടെ ആവരണമുണ്ട്. ഇറ്റ് റെഡ്യൂസസ് മൈക്രോബിയൽ ആക്ഷൻ. അപ്പോൾ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനത്തെ അത് കുറയ്ക്കുന്നു. എന്താണ് ഡീഹൈഡ്രേഷൻ? ജലാംശം വറ്റിക്കലാണ് ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ മീൻസ് റിമൂവൽ ഓഫ് വാട്ടർ ഫ്രം ഫുഡ്. ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. അപ്പോൾ ജലാംശമില്ലാത്തടത്ത് ബാക്ടീരിയ വളരില്ല. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഭംഗിയായി ഉപയോഗിക്കുന്ന രീതിയാണിത്. വാട്ട് ഈസ് ഫെർമെൻറ്റേഷൻ? ഫെർമെൻറ്റേഷൻ നമുക്കറിയാം, ഷുഗറിനെ കൺവേർട്ട് ചെയ്തിട്ട് ആസിഡ് അല്ലെങ്കിൽ ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയാണ്. ഇറ്റ് ഇൻക്രീസസ് ഷെൽഫ് ലൈഫ് ആൻഡ് ഫ്ലേവർ. ഭക്ഷണത്തിൻ്റെ ഷെൽഫ് ലൈഫ് കൂടുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലേവർ വ്യത്യാസപ്പെടുന്നു. ഫെർമെൻറ്റേഷൻ വളരെ യൂസ്ഫുള്ളാണ്. മൈക്രോ ഓർഗാനിസത്തിനെ വളരെ യൂസ്ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതി കൂടിയാണ്. ഇവിടെ മൈക്രോ ഓർഗാനിസത്തിനെ തന്നെ ഉപയോഗിക്കുന്നത്. ഈസ്റ്റൊക്കെ ഇട്ട് നമ്മൾ പൊളിപ്പിച്ച് സൂക്ഷിക്കുക. ഹൗ ഡസ് ഷുഗർ കോൺസെൻട്രേഷൻ അഫക്റ്റ് മൈക്രോബ്സ്? ഷുഗർ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് മൈക്രോബ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഹൈ ഷുഗർ കോൺസെൻട്രേഷൻ റെഡ്യൂസസ് മോയ്സ്ചർ. ഹൈ ഷുഗർ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മോയ്സ്ചറിനെ റെഡ്യൂസ് ചെയ്യുന്നു. മൈക്രോബ്സ് കനോട്ട് സർവൈവ് ഈസിലി. അപ്പോൾ മോയ്സ്ചർ ഇല്ലാണ്ട് വന്നാൽ പിന്നെ മൈക്രോബ്സിന്, സൂക്ഷ്മാണുക്കൾക്ക് സുഖകരമായി സർവൈവ് ചെയ്യാൻ പറ്റില്ല അന്തരീക്ഷത്തിൽ. ദിസ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് പ്രിസർവ് സ്വീറ്റ് ഫുഡ്സ്. പ്രത്യേകിച്ചും സ്വീറ്റ് ഫുഡ് ഒക്കെ പ്രിസർവ് ചെയ്യാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. മോൾഡ് കൊണ്ടുള്ള സ്പോയിലേജ് എന്താണെന്ന് നോക്കാം. മോൾഡ്സ് ഗ്രോ ഓൺ മോയിസ്റ്റ് ഫുഡ് സർഫസ്. ഈർപ്പമുള്ള ഇതിലാണ് പൂപ്പലൊക്കെ ഉണ്ടാവുക. ദേ പ്രൊഡ്യൂസ് ബാഡ് സ്മെൽ ആൻഡ് ടേസ്റ്റ്. അങ്ങനെ പൂപ്പൽ ബാധിച്ച ബ്രെഡ് അതിന് ബാഡ് സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവും. ദേ മേക്ക് ഫുഡ് അൺഫിറ്റ് ഫോർ കൺസംഷൻ. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ല. വാട്ട് ഈസ് ഹൈജീൻ ഇമ്പോർട്ടൻറ്റ്? വൈ ഈസ് ഹൈജീൻ ഇമ്പോർട്ടൻറ്റ് ഇൻ ഫുഡ് പ്രിസർവേഷൻ? ഫുഡ് പ്രിസർവേഷനിൽ എന്തുകൊണ്ടാണ് നമ്മളുടെ വൃത്തിയും വെടിപ്പും വളരെ പ്രധാനമാണെന്ന് പറയുന്നത്? ക്ലെൻലിനെസ് പ്രിവെൻസ് കണ്ടാമിനേഷൻ. ക്ലെൻലിനെസ് ഉണ്ടോ കണ്ടാമിനേഷനെ, അതായത് ഭക്ഷണം കേടാകുന്നതിനെ തടയുന്നു. ഇറ്റ് റെഡ്യൂസസ് എൻട്രി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. പിന്നെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ എൻട്രിയെ അത് റെഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് ഇൻക്രീസസ് ദ സേഫ്റ്റി ഓഫ് എ പ്രിസർവ്ഡ് ഫുഡ്. പ്രിസർവ്ഡ് ഫുഡിൻ്റെ സേഫ്റ്റി അത് വർദ്ധിപ്പിക്കുന്നു. മറ്റൊന്ന്, വാട്ട് ആർ കെമിക്കൽ പ്രിസർവേറ്റീവ്സ്? എന്താണ് രാസ സംരക്ഷണ വസ്തുക്കൾ? കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ആർ ആഡഡ് സബ്സ്റ്റൻസസ്. നമ്മൾ ചേർക്കുന്ന സാധനങ്ങളാണ്. ദേ സ്ലോ ഡൗൺ ദ സ്പോയിലേജ് പ്രോസസ്സ്. കേടാവൽ പ്രക്രിയയെ അത് കുറയ്ക്കുന്നു. ദേ ആർ യൂസ്ഡ് ഇൻ ലിമിറ്റഡ് സേഫ് എമൗണ്ട്സ്. വളരെ പരിമിതമായ സുരക്ഷിതമായ അളവിലാണ് ഇത് ഉപയോഗിക്കുക. അടുത്തത്, ഹൗ ഡസ് കോൾഡ് ടെമ്പറേച്ചർ പ്രിസർവ് ഫുഡ്? തണുത്ത അന്തരീക്ഷോഷ്മാവ് ഭക്ഷണത്തെ എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത്? കോൾഡ് ടെമ്പറേച്ചർ സ്ലോസ് ഡൗൺ ദ മൈക്രോബിയൽ ആക്ഷൻ. മൈക്രോബിയൽ ആക്ഷനെ അതിൻ്റെ ഗ്രോത്തിനെ സ്ലോ ഡൗൺ ചെയ്യുന്നു. എൻസൈംസ് ആക്ടിവിറ്റി ഈസ് നൗ റെഡ്യൂസ്ഡ്. അപ്പോൾ എൻസൈമുകളുടെ പ്രവർത്തനം ഇപ്പോൾ കുറയുന്നു ഈ കോൾഡ് ടെമ്പറേച്ചറിൽ. ഫുഡ് റിമെയിൻസ് ഫ്രഷ് ഫോർ ലോങ്ങർ ടൈം. ഭക്ഷണം ഏറെ സമയം ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നു. അടുത്തത്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ? ഫുഡ് പ്രിസർവേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ് റെഡ്യൂസസ് ഫുഡ് വേസ്റ്റേജ്, ഇറ്റ് ഇൻക്രീസസ് ഫുഡ് അവൈലബിലിറ്റി, ഇറ്റ് ഇംപ്രൂവ്സ് സ്റ്റോറേജ് ലൈഫ് അല്ലെങ്കിൽ ഷെൽഫ് ലൈഫ്. ഇതൊക്കെയാണ് പറയുന്നത്. ഏതാണ്ട് ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് വരിക. ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് തയ്യാറെടുക്കുക. താങ്ക് യു.